അപ്പൊ ഇത്തരത്തിൽ അന്യഭാഷക്കാരെ കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, വിജയനറിയാം, നമ്മൾ പത്രവാർത്തകളിൽ നമ്മൾ കണ്ടിട്ട് നമ്മൾ അതിശയിച്ചു, ഇതാരും ഈ മഹാൻ. ഇപ്പൊ ദർവേഷ് സാഹിബ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അത് ADGP റാങ്കിരുന്ന് ഞാൻ അധികം പത്രവാർത്തകളിലൊന്നും കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ തിരുവനന്തപുരവാസികളായതുകൊണ്ടാണ്, നമുക്ക് ഈ തലസ്ഥാനമായതുകൊണ്ടാണ് നമുക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ പേരുകൾ അറിയുന്നത്, ഇവരെയൊക്കെ തന്നെ നമുക്ക് അടുത്തറിയാൻ കഴിയുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഇവര് മറ്റ് ട്രോളുകളിലും മറ്റുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമ്മൾ ഇത് ശരിക്കും ഇല്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. കാര്യം മീഡിയ പണിയെടുക്കുമ്പോൾ ഇവരെയൊക്കെ പേരുകൾ നമുക്ക് അറിയാം. നമ്മളല്ല സാധാരണക്കാർക്ക് ഇവരെ അറിയണം. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ അവർക്ക് ആവശ്യം ഇപ്പൊ അങ്ങനെയുള്ള ഒരു പാവയാണ് ആവശ്യം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ അറിഞ്ഞു, ഇപ്പൊ അവസാനം അറിയുന്നത് നിതിൻ അഗർവാളിന്റെ പേരാണ്. നിതിൻ അഗർവാളാണ് ഇപ്പൊ സർക്കാർ ആക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഉൾട്ടയടിച്ച് നമ്മൾ പത്രങ്ങളും മാധ്യമങ്ങളായ മാധ്യമങ്ങളും അത്രയും DGP ആയിട്ട് അജിത് കുമാറിനെ കൊണ്ടുവരാൻ പോകും. അപ്പോൾ ഇപ്പൊ എന്നിട്ട് നമ്മൾ അടുത്ത യോഗേഷ് ഗുപ്തയുടെ പേര് പറഞ്ഞു. യോഗേഷ് ഗുപ്തയെ ആവണം അദ്ദേഹത്തിന് ഇവിടുന്ന് നേരെ ED ആയിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ക്ലെയിം ചീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതൊരു നമ്പറാണ് കേട്ടോ, അത് കൊടുക്കാത്ത അത് വേറെ നമ്പറാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പണി വരും, ബൂമറാങ്. പക്ഷെ അത് പണി വരാനുള്ള സാധ്യത ഉണ്ട് വിജയ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് വന്നാലും ഈ കാലം എന്ന് പറയുന്ന കാലചക്രം ഉരുണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഇതിങ്ങനെ അദ്ദേഹം ഇവിടുന്ന് അങ്ങ് പോകുന്നു. ഇപ്പൊ എന്തായാലും ഇന്നലെ നിലമ്പൂർ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ വരവ് വരുന്നു. കോൺഗ്രസ് ഒരിക്കൽ കൂടെ ഭരണത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺഗ്രസിന്റെ ഭരണം വരികയാണെങ്കിൽ ഈ കേസ് എല്ലാം കുത്തിപ്പൊക്കും. നല്ല നട്ടലുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഉണ്ടെങ്കിൽ ഈ കേസ് കുത്തിപ്പോക്കുകയാണെങ്കിൽ കേന്ദ്രം BJP ആണ് ഭരിക്കുന്നത്, അത് തീർച്ചയാണ്. കാര്യം 2026 ഇനിയിപ്പം ഉടനെ എന്ന ഇലക്ഷൻ ലോക്സഭയിലില്ല. അങ്ങനെ വരുമ്പോൾ ഈ ED അന്വേഷണം വരും, യോഗേഷ് ഗുപ്ത പൂട്ടേണ്ടവരെ പൂട്ടും. ഇതിൽ മറ്റൊരു രാഷ്ട്രീയ കളിയും കൂടെ നടക്കുന്നുള്ളതായിട്ട് നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ തോന്നും. അതായത് ഇപ്പോ അജിത് കുമാറിന്റെ RSS ബന്ധം വളരെ വിശ്വസ്തനാണ് അദ്ദേഹം. അൻവർ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് CPI RSS കോക്കസിനെ പറ്റി അത് എടുത്തു പറയുന്നുണ്ട്. ചില IAS IPS IFS ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. അതിൽ നമുക്ക് ഒരുപാട് പേരുകൾ അതിനകത്ത് വരാൻ പറ്റും. തീർച്ചയായും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ TG നമ്മുടെ സെൻകുമാർ, പിന്നെ അല്ലെങ്കിൽ ശ്രീറാം വെങ്കിട്ടരാമൻ, ഇവരെല്ലാം തന്നെ ഒരു വലതുപക്ഷ ഒരു രാഷ്ട്രീയവുമായിട്ട് പല ചേർത്ത് വായിക്കപ്പെട്ടിട്ടുണ്ട്. സെൻകുമാറൊക്കെ ഓപ്പൺലി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വലതുപക്ഷക്കാരനാണെന്ന്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്.